അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠനം 1268, സൂറത്തുൽ അംഫാൽ 50 മുതൽ 54 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولو ترى തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതൊരു കാഴ്ചയായേനെ. ഇത് യതവഫല്ലദീന കഫറു, സത്യനിഷേധികളെ മരിപ്പിക്കുന്ന സമയത്തുള്ള രംഗം. അൽ മലായികത്തു, മലക്കുകൾ മരിപ്പിക്കുന്ന സമയത്തുള്ള രംഗം കണ്ടിരുന്നുവെങ്കിൽ. യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളും പിൻഭാഗങ്ങളും അടിച്ചുകൊണ്ട് മരിപ്പിക്കുന്ന രംഗം. വദൂഖു അദാബൽ ഹരീഖ്, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ രുചിച്ചു നോക്കുക എന്ന് അവരോട് മലക്കുകൾ പറയുകയും ചെയ്യും. ആ കാഴ്ച തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചയാകുമായിരുന്നു. ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, എന്തുകൊണ്ടാണ് സത്യനിഷേധികളെ നിങ്ങൾക്ക് ഇത്തരമൊരു ദുരന്തം വന്നുപെട്ടു, അത് നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കാരണത്താലാണ്. അഥവാ നിങ്ങൾ ചെയ്തു വെച്ച പാപങ്ങളുടെ ശമ്പളം തന്നെയാണത്. വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ ആക്രമിക്കുന്നവനല്ല എന്നതുകൊണ്ടുമാണ് അല്ലാഹു തആല നിങ്ങൾക്ക് അർഹമായത് ശിക്ഷയാണ് അത് നൽകിയത്. കദഅബി ആലി ഫിർഔൻ വല്ലദീന മിൻ ഖബ്ലിഹിം, ഫറോവയുടെയും അവരുടെ മുമ്പുള്ളവരുടെയും പതിവ് പോലെ തന്നെ കഫറൂ ബി ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അപ്പോൾ അവരുടെ ദോഷങ്ങൾ കാരണം അല്ലാഹു അവരെ പിടികൂടി ശിക്ഷിച്ചു. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്ന ശക്തനാകുന്നു. ശിക്ഷിക്കേണ്ട ആളുകളെ ശിക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി തന്നെ നിലപാടെടുക്കുന്നതാണ്. അതിൽ നിന്ന് അല്ലാഹുവിനെ തടയാനോ അല്ലെങ്കിൽ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയും ഉണ്ടാവില്ല എന്നർത്ഥം. ദാലിക, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിക്ഷ നൽകിയതെന്താ? ബിഅന്നല്ലാഹ ലം യകുൻ മുഗയ്യിറൻ നിഅമതൻ അൻഅമഹാ അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹത്തിന് അല്ലാഹു മാറ്റം വരുത്തുകയില്ല എന്നതുകൊണ്ടാണ്. ഹത്താ യുഗയ്യിറൂ മാ ബി അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തിൽ അവർ മാറ്റം വരുത്തുന്നത് വരെ അല്ലാഹു മാറ്റം വരുത്തൂല. അപ്പൊ സ്വന്തം ശരീരത്തിൽ അവർ മാറ്റം വരുത്തിയാൽ അവരോടുള്ള സമീപനത്തിൽ അല്ലാഹു മാറ്റം വരുത്തും എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു തആല ശിക്ഷ നൽകിയത്. വഅന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്നവനാണ് എന്നതുകൊണ്ടുമാണ് നിങ്ങൾ ശിക്ഷക്കർഹനാണെന്ന് അല്ലാഹു തആല മനസ്സിലാക്കിയത്. കദബി ആലി ഫിർഔന, ഫറോവയുടെ പതിവ് പോലെ
വല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ളവരുടെയും പതിവ് പോലെ. അതായത് കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം അവരവരുടെ നാഥന്റെ തെളിവുകളെ നിഷേധിച്ചു. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം അവരുടെ ദോഷം കാരണം നാം അവരെ നശിപ്പിച്ചു. വഅഗ്റഖ്നാ ആല ഫിർഔന ഫറോവയെയും കുടുംബത്തെയും നമ്മൾ മുക്കി കൊന്നു. വകുല്ലുൻ കാനൂ ളാലിമീൻ അവരെല്ലാവരും അക്രമികൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവരെ അങ്ങനെ ചെയ്തത്, അല്ലാതെ നമ്മളായിട്ടൊരു അതിക്രമം അവരോട് കാണിച്ചതല്ല. അതിക്രമം കാണിക്കുക എന്നത് നമ്മുടെ പതിവും അല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ കുറെ ആയത്തുകളിൽ സത്യനിഷേധികളായ ആളുകളുടെ നിലപാടുകളും അവരുടെ ഏറ്റവും മോശമായ സ്വഭാവങ്ങളും വിശദീകരിച്ചുവല്ലോ. അതിനുശേഷം അവരുടെ മരണസമയത്തുള്ള സാഹചര്യങ്ങളെ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. മരണസമയത്ത് അവരിലേക്ക് വന്നു ചേരുന്ന ശിക്ഷകളുടെ ഒരു നേർചിത്രം അല്ലാഹു തആല നമ്മുടെ മുന്നിൽ തരികയാണ്. അതാണ് വലൗ തറ, തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നബിയെ, ഇത് യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകൾ സത്യനിഷേധികളെ മരിപ്പിക്കുന്ന സന്ദർഭം. എങ്ങനെ മരിപ്പിക്കുന്നു? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളും പിൻഭാഗങ്ങളും. ചന്തിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ പദം അങ്ങനെ തന്നെ പച്ചയായി പറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലങ്കാരികമായി പറഞ്ഞതാണ് പിൻഭാഗങ്ങൾ എന്ന്. അത് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ പിൻഭാഗങ്ങളെയും മലക്കുകൾ അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അടിക്കുക എന്നുള്ളതിൽ പണ്ഡിതന്മാര്, ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട്. ബഹുമാനപ്പെട്ട ജലാലൈനിയിൽ നമുക്ക് കാണാം, മഖാമിഅ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട്, തീയിൽ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അടിച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ മരിപ്പിക്കുന്നു. ആ മരിപ്പിക്കുന്ന സമയത്ത് അവരോട് മലക്കുകൾ പറയുകയും ചെയ്യുന്നു, ദൂഖൂ അദാബൽ ഹരീഖ്, ആ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന്. അതായത് മലക്കുകൾ ഈ കത്തിപ്പഴുപ്പിച്ച ഈ ദണ്ടുകൾ കൊണ്ട് അടിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് എന്താവുന്നു? തീജ്വാലകൾ ഉയരുന്നു എന്നർത്ഥം. നമ്മൾ കാണുന്നില്ലെങ്കിലും ആ വിധത്തിൽ അല്ലാഹു തആല അവരെ മരിപ്പിച്ചു. ആ അവസ്ഥ കണ്ടിരുന്നുവെങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചയാകുമായിരുന്നു എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഇത് പ്രധാനമായും അറേബ്യൻ മുശ്രിക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ കൊടുത്ത ഒരു തിരിച്ചടിയെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. ആയത്തിറങ്ങാനുള്ള അടിസ്ഥാന പശ്ചാത്തലം അതാണ്. എന്നാൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ പൊതുവായി അവരുടെ മരണസമയത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയായിരിക്കും അവർ മരിക്കുക എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തം അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ടായാലും ആ പശ്ചാത്തലത്തിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയില്ല. മറിച്ച് അതിന്റെ നിയമവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തത്വങ്ങളുമൊക്കെ ഇനി അതേ സ്വഭാവം നിലനിൽക്കുന്നവരിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്യാൻ പറ്റും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ടുണ്ടാകും എന്നതാണല്ലോ പൊതുവായിട്ടൊരു നിലപാട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ബദറിലെ സംഭവം മാത്രമാണെങ്കിലും പൊതുവിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ നിലപാട് അവർക്കെല്ലാം വരാനിരിക്കുന്നത് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. അതാണ് അവരെ മുഖവും അതേപോലെ തന്നെ പിൻഭാഗങ്ങളും അടിച്ചുകൊണ്ട് മരിപ്പിക്കുന്ന സമയം. ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്, ശത്രുക്കൾ ബദറിൽ മുസ്ലിമീങ്ങളുടെ നേരെ പാഞ്ഞടുക്കുമ്പോൾ അവരുടെ മുൻഭാഗത്ത് മുഖത്തിനടിച്ചുകൊണ്ടും അതേപോലെ പിന്തിരിഞ്ഞോടുമ്പോൾ പിൻഭാഗത്തടിച്ചുകൊണ്ടും മലക്കുകൾ അവരെ നശിപ്പിക്കുന്നു എന്നാണ്. ആ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ ഏൽപ്പിക്കുന്നത് തീക്കൊണ്ട് ചൂടാക്കിയ ഇരുമ്പിന്റെ ദണ്ടുകൾ അല്ലെങ്കിൽ ഇരുമ്പിന്റെ വടി എന്നൊക്കെ പറയാം. ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് അവരടിക്കും. അടിക്കുന്ന സമയത്ത് അവർ തീജ്വാലകൾ ഉയരുന്നു. അത് ഉയരുന്ന സമയം അവരോട് മലക്കുകൾ പറയുകയാണ്, നിങ്ങൾ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ അനുഭവിക്കുക എന്ന്. ആ അവസ്ഥ കണ്ടാൽ അതൊരു വല്ലാത്ത കാഴ്ചയാകും. അസഹനീയമായിട്ടുള്ള വല്ലാതെ ഒരു വഷളായ അവസ്ഥയിലുള്ള കാഴ്ചയാണത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാലിക ബിമാ ഖദ്ദമത് അയ്ദീഹിം, അവർക്ക് അല്ലാഹു തആല ഇவ்விധം ഒരു ശിക്ഷ നൽകിയത് എന്തിനാ? അത് അവരുടെ കൈകൾ
മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ കാരണത്താലാണ്. കൈകൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരവയവം പറഞ്ഞ് പൊതുവായിട്ടുള്ള ശരീരത്തെ ഉദ്ദേശിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. കൈകൊണ്ട് ചെയ്യുന്നത് മാത്രം തെറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഏത് അവയവം കൊണ്ട് ചെയ്യുന്ന തെറ്റും. പക്ഷെ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു കുറ്റത്തെ ആ കുറ്റത്തെക്കുറിച്ച് പറയുന്നിടത്ത് കയ്യിന് അതിൽ പ്രധാനമായി ചേർത്തു പറയും, അല്ലേ? അപ്പൊ അക്രമത്തിൽ അദ്ദേഹത്തിന് കയ്യുണ്ട് എന്ന് പറയും. അതൊരു പൊതുവായിട്ടുള്ള പ്രയോഗമാണ്. കയ്യുണ്ട് പറഞ്ഞാൽ അയാളെ കയ്യ് മാത്രം കൊണ്ട് ചെയ്തു എന്ന അർത്ഥമൊന്നും ആവണമെന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് അതിൽ പങ്കാളിത്തമുണ്ട് എന്നാണ്. ആ കുറ്റം ചെയ്യാനുള്ള അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ശക്തി ഉപയോഗിച്ച് അത്തരമൊരു അതിക്രമം അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ കൈകൾ മുൻകൂട്ടി ചെയ്തതുകൊണ്ടെന്ന് പറഞ്ഞാലും കൈ മാത്രമല്ല, ഏത് അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകളും ആ തെറ്റുകൾ കാരണത്താലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട വിധത്തിലുള്ള ദുരന്ത കഥാപാത്രങ്ങളായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. അതങ്ങനെ തന്നെ ഇവിടെ കൈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖുദ്റത്ത്, കഴിവ് എന്നാണെന്ന് ജലാലയിലും മറ്റും വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോ അങ്ങനെ ആ ഒരു കൈ എന്ന് പറഞ്ഞിട്ട് ശക്തി എന്ന് ഉദ്ദേശിക്കുന്ന പതിവ് ഖുർആനിന്റെ ശൈലിയിൽ തന്നെ നമുക്ക് കാണാവുന്നതുമാണല്ലോ. യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞിടത്തൊക്കെ ഈ തഫ്സീർ സാവിയിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞിടത്ത് അവിടെ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്നതുപോലെ ഇവിടെയും അവരുടെ ശക്തി ഉപയോഗിച്ച് അവർ ചെയ്തിട്ടുള്ള തിന്മകൾ, തെറ്റുകൾ, ആ കാരണത്താലാണ് അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവർ ചെയ്ത തെറ്റിന് ഇவ்விധത്തിലുള്ള ഒരു ചികിത്സ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. അതിന്റെ കാരണം അവർ ചെയ്തു വെച്ച പാപങ്ങൾ തന്നെയാണ്, അതിന്റെ ശമ്പളമാണ് അവർ അനുഭവിക്കുന്നത്. വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ തീരെ ഉപദ്രവിക്കുകയില്ല എന്ന കാരണം കൊണ്ടുമാണ് അല്ലാഹു തആല അത് വിശദീകരിക്കുന്നതും അവർക്ക് ശിക്ഷ നൽകിയതും. കാരണം എന്താ, ഓരോരുത്തർക്ക് അർഹമായത് നൽകണ്ടേ, അതല്ല ഇതിന്റെ ശരി. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അർഹമായത് ശിക്ഷയാണ്, ആ ശിക്ഷ അല്ലാഹു നൽകി. അല്ലാതെ ആരെങ്കിലുമൊക്കെ ജനങ്ങളെ അല്ലാഹു തആല എന്ത് ചെയ്തതല്ല, വെറുതെ ഉപദ്രവിച്ച് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞതല്ല. അത്തരമൊരു സ്വഭാവം അല്ലാഹുവിന് ഇല്ല തന്നെ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകാധ്യാപനങ്ങളെ തള്ളിക്കളയുകയും ചെയ്തവർക്ക് ഇவ்விധത്തിലുള്ള തിരിച്ചടികളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത് ആലി ഫിർഔൻ, ഫറോവയിലുണ്ടായിട്ടുള്ള പതിവ് പോലെ, ഫറോവയുടെ വിഷയത്തിൽ അവരിലും അവരുടെ കുടുംബങ്ങളിലും ഉണ്ടായിട്ടുള്ള പതിവ് പോലെ. എന്താണ് അവരിലുണ്ടായ പതിവ്? അതേപോലെ വല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരിലും ഉണ്ടായ പതിവ് പോലെ കഫറൂ ബി ആയാത്തില്ല, അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. അപ്പൊ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ ദോഷം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി അല്ലാഹു തആല ശിക്ഷിച്ചു. അതുപോലെ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചു. നബി തങ്ങളെ നിഷേധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് അർഹമായ ശിക്ഷ ഇവർക്കും അല്ലാഹു നൽകി. അപ്പൊ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങളുടെ വിശദീകരണത്തിൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണത്? വഹാദ സിയാഖു വഇൻ കാന സബബുഹു വഖഅത ബദരിൻ വലാകിന്നഹു ആമ്മുൻ ഫി ഹഖ്ഖി കുല്ലി കാഫിർ. ബദറുമായി ബന്ധപ്പെട്ടു നടന്ന ഒരു സംഭവത്തെയാണ് ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത് നേരിട്ടെങ്കിലും ഈ സംഭവം അത് എല്ലാ നിഷേധികൾക്കും ബാധകമായിട്ടുള്ള ഒരു സംഗതിയാണ്. മനസ്സിലായോ? അതായത് അതുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ സത്യനിഷേധികൾ അവരുടെ മുഖങ്ങളെയും പിൻഭാഗങ്ങളെയും അല്ലാഹു തആല മലക്കുകൾ അടിച്ച് അവരെ മരിപ്പിക്കുന്ന എന്ന് പൊതുവായി പറഞ്ഞിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സത്യനിഷേധിയായിട്ടുള്ള ഒരാള് അദ്ദേഹം മരിക്കേണ്ട സമയത്ത് ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന മലക്കൽ മൗത്ത് ഇദാ ജാഅൽ കാഫിർ ഇൻദ ഇഹ്തിലാരിഹി ഫി തിൽക സൂറത്തിൽ മുൻകറ. സത്യനിഷേധിയുടെ അടുത്ത് വളരെ ഗൗരവതരമായ ഒരു രൂപത്തിൽ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം വരും. അങ്ങനെ വന്നിട്ട് പറയും, ഉഖ്റുജി അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, വളരെ ചീത്തയായിട്ടുള്ള തല്ലിപ്പൊളിയായിട്ടുള്ള ആത്മാവേ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് നീ പുറപ്പെട്ടു വരൂ. എങ്ങോട്ടാ പുറപ്പെട്ടു വരേണ്ടത്?
അതികഠിനമായ ശിക്ഷകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമാക്കിയിട്ടുള്ള നരകത്തിന്റെ ഗുരുതരമായിട്ടുള്ള ശിക്ഷകളിലേക്കും അതിന്റെ അപകടങ്ങളിലേക്കും നീ കടന്നുവരൂ എന്ന് മലക്കുകൾ അവനോട് പറയും. ആ സമയത്ത് ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വിസമ്മതിക്കുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പരന്നുകിടക്കുന്ന ആത്മാവ് അതൊന്നുകൂടി അസ്വസ്ഥതയും വെപ്രാളവും പ്രകടിപ്പിക്കുകയും ചെയ്യും. സ്വയമേവ പുറത്തു വരാൻ തയ്യാറാവില്ല. അങ്ങനെ തയ്യാറാവാതെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മലക്കുകൾ ആ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ പുറത്തേക്ക് കൊണ്ടുവരും. എങ്ങനെ? ഒരു നനഞ്ഞ കമ്പിളിയിൽ കുടുങ്ങി ഒരു മുള്ളു വലിച്ചെടുക്കുന്ന അതേ ഗൌരവത്തിലും അതേ ആ സ്ട്രോങ്ങിലും ബഹുമാനപ്പെട്ട മലക്കുകൾ അവരുടെ ആത്മാക്കളെ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരും. ആ ആത്മാക്കൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വാസ്തവത്തിൽ ശരീരത്തിന്റെ ഓരോ ഞരമ്പുകളും നുറുങ്ങിപ്പോകും വിധത്തിലുള്ള വേദനകൾ അവരനുഭവിക്കേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസ് ഇബ്നു കസീർ തന്റെ തഫ്സീറിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നത് കൂടി നോക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞതാണ് ഇപ്പൊ വേണ്ടത്, ഇതിങ്ങനെ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു പുതിയ സംഭവമല്ല. കദഅബി ആലി ഫിർഔന, ഫറോവയുടെ സംഭവത്തിൽ നടന്ന പതിവ് പോലെ വല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരുടെ ജീവിതത്തിലും മുമ്പുള്ള നിഷേധികളായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലും നടന്ന പതിവ് പോലെ കഫറൂ ബി ആയാത്തില്ല, അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അപ്പോൾ അവരുടെ ദോഷം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കടുത്ത ശിക്ഷ നൽകി. പക്ഷെ മുൻഗാമികളായിട്ടുള്ള പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഒന്നുകിൽ ഭൂമി പിടിച്ചു വിഴുങ്ങിയിട്ട്, അല്ലെങ്കിൽ പ്രകമ്പനങ്ങളുണ്ടായി, ആ കിടുക്കത്തിൽ തകർന്നു പോയിട്ട്, അല്ലെങ്കിൽ അട്ടഹാസം കേട്ട് ബോധം കെട്ട് മരിച്ചിട്ട്, അല്ലെങ്കിൽ കല്ലുമഴ പെയ്യിപ്പിച്ചിട്ട്, ഇങ്ങനെയൊക്കെ ഒന്നിച്ച് നശിപ്പിക്കുന്ന ശൈലിയായിരുന്നുവെങ്കിൽ മക്കത്തെ മുശ്രിക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം, അവർക്കൊരു ഒരു മാന്യമായ ഒരു ഏറ്റുമുട്ടലിലുള്ള മരണം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത്. അല്ലാത്ത ആളുകളൊക്കെ തടവുപുള്ളികളാക്കി പിടിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷയും. അപ്പൊ ശിക്ഷ മുമ്പുള്ളവർക്ക് നൽകി, ഇവർക്കും നൽകി. പക്ഷെ ശിക്ഷയിൽ എന്തുണ്ട്? പ്രകടമായ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്ന ശക്തനാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഒരാളെ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചാലും ആ രൂപത്തിൽ തന്നെ ശിക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. പഠിച്ചവന് അതിന് കഴിവുണ്ട്. അവനെ നിരാകരിക്കാനോ അല്ലെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതി തയ്യാറാക്കാനോ ആർക്കും സാധിക്കുകയില്ല. ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചത്? അല്ലാഹു തആല ഒരു സമൂഹത്തിന് നൽകിയ അല്ലാഹു ഒരു സമൂഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ മാറ്റം വരുത്തുകയില്ല അല്ലാഹു. ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം, അവരിൽ തന്നെ അവർ മാറ്റം വരുത്തുന്നത് വരെ എന്നതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ നേരത്തെ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകി. അപ്പൊ മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അന്നത്തിന്റെ സംവിധാനങ്ങൾ അവർക്കുണ്ടാക്കി. കഅബയുടെ പരിപാലകർ എന്ന നിലക്ക് ഏതു നാട്ടിലൂടെ പോകുമ്പോഴും നാട്ടുകാരൊക്കെ അവരെ പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങളാരെങ്കിലും ആക്രമിക്കുമെന്ന ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായി. അതോടൊപ്പം അവരിലേക്കാണ് പ്രഥമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രഥമ സംബോധിതർ. എല്ലാവരിലേക്കും റസൂലാണെങ്കിലും ആദ്യമായിട്ട് നബി തങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ആരെയാ? മക്കത്തെ മുശ്രിക്കിനെയാണ്, അല്ലേ? അപ്പൊ അവരിലേക്ക് അല്ലാഹു തആല നബി തങ്ങളെ നേരിട്ട് അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു റസൂലിനെ അയച്ചു എന്നത് അവർക്ക് അല്ലാഹു തആല നൽകിയൊരു വലിയ പ്ലസ് പോയിന്റാണ്. ഇതൊക്കെ നിഅമത്താണ് അല്ലാഹു ചെയ്തത്. പക്ഷെ ആ നിഅമത്തിനൊന്നും അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുക വഴി അവർ നന്ദികേടിന്റെ പര്യായങ്ങളായി മാറി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ അവർക്ക് ഇவ்விധത്തിലുള്ള ശിക്ഷ നൽകിയതും ഇനി അവരുടെ ജീവിതത്തിൽ തന്നെ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടക്കുന്നതും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സുദ്ദി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ബഗവി ഉദ്ധരിക്കുന്നത് കാണാം. ഇവിടെ നിഅമത്തുല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം എന്ന് ഇവിടെ ഖുറൈശികളെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഅമല്ലാഹു ബിഹി അലാ ഖുറൈശിൻ വ അഹ്ലി മക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അനുഗ്രഹം. അവർക്ക് ആ നബിതങ്ങളെ കൊണ്ട് മക്കക്കാർക്കും ഖുറൈശികൾക്കും അല്ലാഹു അനുഗ്രഹം ചെയ്തു.
പക്ഷേ ഫകദ്ദബൂഹു അവർ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട നബി തങ്ങളെ നിഷേധിച്ചു. വകഫറൂ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ അവർ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്തു. ഫനഖലഹുല്ലാഹു ഇലൽ അൻസാർ. അപ്പോൾ നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലെ അൻസാരികളിലേക്ക് പോകാനുള്ള അവസരം നൽകി. അങ്ങനെ നബി തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് വിജയശ്രീലാളിതരാകാനുള്ള സുവർണാവസരം അത് അവർ നഷ്ടപ്പെടുത്തി. ആ മഹത്തായ ഭാഗ്യം മദീനക്കാരായ അൽ അൻസാർ എന്ന് പേരിട്ട് വിളിക്കുന്ന മദീനക്കാരായ സഹാബികൾക്ക് ലഭിച്ചു റളിയല്ലാഹു അൻഹു. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവർ സ്വയം മാറ്റം വരുത്തുന്നത് വരെ അല്ലാഹു മാറ്റം വരുത്തൂല. അപ്പൊ നമുക്ക് അല്ലാഹു പല സൗകര്യങ്ങളും ചെയ്തു തരും. അതിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേട് കാണിച്ചാൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കും. വഅന്നല്ലാഹു സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നതുകൊണ്ടുകൂടിയാണ് പടച്ചവൻ ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നത്. കദബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. ഫറോവയുടെയും അതേപോലെ അവരുടെ മുമ്പുള്ളവരുടെയും പതിവ് പോലെ, അവരിൽ നടന്ന പതിവ് പോലെ. എന്താ? കദബു ബി ആയാത്തി റബ്ബിഹിം. അവരുടെ ദൃഷ്ടാന്തങ്ങളെ, നാഥന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം. അപ്പോൾ അവരുടെ ദോഷം കാരണം അവർ നാം നശിപ്പിച്ചു. വഅഗ്റഖന ആല ഫിർഔന. ഫറോവയും ആളുകളെ നമ്മൾ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. വകുല്ലും കാനൂ ളാലിമീൻ. അവരെല്ലാവരും അക്രമികളായിരുന്നു. അർഹമായ ശിക്ഷ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റം, അല്ലാഹു തആല ധാരാളം നിഅമത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ആ നിഅമത്ത് പരിപോഷിപ്പിക്കാനുള്ള, വർദ്ധിപ്പിച്ചു തരാനുള്ള അവസരമുണ്ടാക്കുന്നതിന് പകരം ദോഷങ്ങൾ മുഖേന നന്ദികേടിന്റെ പര്യായങ്ങളായി നമ്മൾ മാറിയാൽ കടുത്ത ശിക്ഷക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിധേയരാക്കിയേക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ തെറ്റുകളോട് നമ്മൾ രാജിയാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.